നമസ്കാരം. കുഞ്ഞാപ്പയുടെ ഒരു പ്രതികരണം കാണുകയായിരുന്നു. ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള സമയങ്ങളിൽ മുഴുവൻ മാധ്യമ കോലുകൾക്കും ക്യാമറകൾക്കും മുന്നിലും പായ വിരിച്ച് കിടക്കുകയായിരുന്നു. ആ വ്യക്തി ഇന്ന് ഈ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ മാധ്യമ കോലിന് മുന്നിൽ പറഞ്ഞ വാചകം നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടെ. ഞാനിപ്പൊന്നും പറയുന്നില്ല കേട്ടോ. ഞാനിപ്പൊന്നും പറയുന്നില്ല. അവിടെ നമ്മളെ ചർച്ചയിൽ അവിടെ പറയും. മീഡിയനോട് ഒന്നും പറയാനില്ല. മാധ്യമങ്ങളോടൊന്നും ഇനി ഒന്നും പറയാനില്ല. ഞങ്ങൾ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ മുൻ ഡീലുകൾ നടപ്പാക്കാൻ പോവുകയാണ്. 4 മന്ത്രിസ്ഥാനത്തിൽ സംതൃപ്തിപ്പെടുമോ? എനിക്ക് അതിലൊന്നും പറയാനില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനം ഞങ്ങൾ നേരത്തെ സതീശനോട് പറഞ്ഞ് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങിയെടുക്കാൻ ലീഗിന് അറിയാം. ഇതുവരെ കൊണ്ടുവരാൻ ലീഗിന് അറിയാമെങ്കിൽ ബാക്കിയുള്ള കാര്യം ചെയ്യാൻ ലീഗിന് അറിയാം. അതൊന്നും മാധ്യമങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഇങ്ങനെയും ആകാം. അല്ലെങ്കിൽ ഇന്നലകളിൽ നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇടപെടേണ്ടത് അല്ലെങ്കിൽ വിനയാന്വിതരാകേണ്ടത് എന്നതിൻ്റെ മറ്റൊരു വേർഷനാണ്. കാര്യം കാണുന്നത് വരെയും പാലം കടക്കുന്നത് വരെയും ഇവരെ ആവശ്യമായിരുന്നു. ഇനി ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് സംവദിക്കേണ്ട അല്ലെങ്കിൽ സംഭാഷണം നടത്തേണ്ട കാര്യമില്ല. ഇത്രയും കാലം ജനങ്ങളോട് പറയൂ എന്നുള്ളതാണ് ഈ മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന കാര്യം. ഇപ്പോൾ ജനങ്ങളല്ല, വെറും മാധ്യമങ്ങളായി മാറ്റപ്പെടുകയാണ്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ കാണേണ്ട 2 ടൈപ്പ് മാധ്യമ പ്രവർത്തനം ഉണ്ട് എന്നതിൻ്റെ ഓരോ വേർഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഈ പ്രതികരിക്കാത്തതിനെ സംബന്ധിച്ച് യാതൊരു ആകുലതയോ ചർച്ചയോ ഇല്ല. എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചില്ല? 4 മന്ത്രിസ്ഥാനം മതിയോ? അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതെ പോകാനുള്ള കാരണം എന്താണ്? ഇതുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒന്നും ഇവർക്ക് നടത്തേണ്ട. അന്തിച്ചർച്ചകളും അവരെ വാഴ്ത്തിപ്പാടൽ കൊണ്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. കേരളത്തിലെ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ 4 മതിയോ എന്ന് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾക്ക് എന്ത് കോൺഗ്രസ് തരുന്നോ അതിൽ ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറയാതെ അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന തരത്തിൽ അകത്തേക്ക് മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട കച്ചവട വകുപ്പായിട്ടുള്ള വ്യവസായവും PWD ഉൾപ്പെടെയുള്ള എല്ലാം ഞങ്ങൾക്ക് വേണം. ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടി കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടും. അതിനോടൊപ്പം വ്യവസായം, 2 പ്രധാനപ്പെട്ട വകുപ്പ് കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡീലിലേക്ക് നേരത്തെ പറഞ്ഞുറപ്പിച്ച് അതിലെത്തിക്കാം, എന്നെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചാൽ മതി എന്ന് സതീശനുമായി അവർ ഉണ്ടാക്കിയ ഡീൽ അത് നടപ്പാക്കാൻ പോകുന്ന ഒരവസ്ഥയാണ്. അത് എത്രത്തോളം കോൺഗ്രസ്സുകാർ അംഗീകരിക്കും, കോൺഗ്രസിനകത്ത് ആ നീക്കുപോക്ക് എത്രത്തോളം പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്.